മോർണിംഗ് ടു ഓൾ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഫോർമാറ്റ് പഠിച്ചു. പിന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഏതൊക്കെ ഷെഡ്യൂളിൽ വരും എന്നുള്ളത് വരെ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു. ഇന്ന് ആ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. പ്രോബ്ലം ഇതാണ്: ന്യൂ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഹാഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 10 lakh ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് 10 each. ഇറ്റ്സ് നെറ്റ് ലൈബിലിറ്റി ഓൺ ഓൾ കോൺട്രാക്ട് ഇൻ ഫോഴ്സ് ആസ് ഓൺ 31st March. അതായത് നമ്മൾ കറണ്ട് ലൈബിലിറ്റി കണ്ടുപിടിച്ചു 96 lakh. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ലൈബിലിറ്റി 84 lakh നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയം ബോണസ് കമ്പനി കൊടുക്കുന്നത് 2,60,000 ആണ്. അതുപോലെ സർപ്ലസിൻ്റെ 20% നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതുപോലെ തന്നെ റിസർവായിട്ട് 20% കൊടുക്കണം. ബാലൻസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം. പിന്നെ നമ്മളുടെ അടുത്ത് 31st March 2017 ഇൻഫോർമേഷൻസാണ് തന്നേക്കണത്. അപ്പോൾ നമ്മൾ 31st March 2000 ഇൻഫോർമേഷനാണ് എൻ്റർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഐറ്റം പ്രീമിയം ലെസ് റീഇൻഷുറൻസ് പ്രീമിയം. ഇത് നമുക്കറിയാം. നമ്മൾ ഷെഡ്യൂൾ നോക്കുമ്പോൾ പ്രീമിയം ഏൺഡ് നെറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇല്ലേ? ഈ പ്രീമിയം ഏൺഡ് നെറ്റ് ഷെഡ്യൂൾ നമ്പർ 1 ഈ പ്രീമിയം ലെസ്, അതായത് പ്രീമിയത്തിൽ നിന്ന് റീഇൻഷുറൻസ് പ്രീമിയം കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ടാണ് ഇവിടെ തന്നേക്കണേ. അപ്പം നമ്മൾ ആ 57,20,000 ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം ഏൺഡ് നെറ്റ് എന്ന് പറഞ്ഞ് 57,20,000 എഴുതണം. 57,20,000 നമ്മൾ ഏതിലെഴുതണം? ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം ഏൺഡ് എന്നുള്ള കുളത്തിൽ നമ്മൾ എഴുതി. ഇത് മാത്രമേ ഷെഡ്യൂൾ നമ്പർ 1 ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ആ എമൗണ്ട് ഇതാണ് നമ്മുടെ ഫോർമാറ്റ്, റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. അതിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ 57,20,000 എന്ന് എഴുതണം. നെക്സ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് നമുക്കറിയാം. നമ്മൾ ഷെഡ്യൂൾ നോക്കിക്കഴിയുമ്പോൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് ഗ്രോസ് എന്ന് കണ്ടിട്ട് അതിൻ്റെ നേരെയാണ് നമ്മൾ ആ എമൗണ്ട് എഴുതുന്നത്. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് ഗ്രോസ് കണ്ട. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് അത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എഴുതി. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിന് എഴുതി. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് ഗ്രോസ് എന്ന് എഴുതി 28 lakh നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് വന്നത് അതർ ഇൻകം. അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോബ്ലത്തിൽ ഏതൊക്കെ വരാമെന്ന് നമുക്ക് നോക്കാം. അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ഫീസ് അതർ ഇൻകത്തിലാണ് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫീസും. പിന്നെ വരുന്നതാണ് കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻറ്റഡ്. കൺസിഡറേഷൻ ഫോർ ആനുവിറ്റി ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റാണ്. അത് അവരെ സംബന്ധിച്ച് അത് ഇൻകമാണ്. അതുകൊണ്ട് അതും നമ്മുടെ ഇൻകം സൈഡിൽ എഴുതണം. നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത് ഫുള്ള് ഇൻകംസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചേക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞാൽ 1,60,000. അത് നമ്മൾ കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് എന്ന് പറഞ്ഞാൽ 1,60,000 നമ്മൾ എൻ്റർ ചെയ്യണം. കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് ഇത്രയാണ് നമ്മുടെ ഇൻകം സൈഡിൽ വരുന്നത്. അതായത് ടോട്ടൽ എ ഫുൾ ഇൻകം, ടോട്ടൽ ബി ഫുൾ എക്സ്പെൻസ്, പിന്നെ അത് അപ്രൂഷൻ ചെയ്യുന്നത്, പിന്നെ സർപ്ലസ് ഡെഫിസിറ്റ് കാണുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഫോർമാറ്റ് പോണത്. അപ്പം നമ്മുടെ കൺസിഡറേഷൻ ഫോർ ആനുവിറ്റീസ് എഴുതി. അങ്ങനെ നമ്മുടെ ഇൻകം സൈഡ് കഴിഞ്ഞു കേട്ടോ. ടോട്ടൽ എ ആണ് നമ്മൾ ഇനി കിട്ടാൻ പോണത്. ടോട്ടൽ എ എന്ന് പറയുമ്പോൾ വേറൊരു ഐറ്റം വരുന്നത് ഇൻകം സൈഡിലുള്ളത് സർപ്ലസ് ഓൺ റിവാലുവേഷൻ ഓഫ് റിവേഴ്സൻസ്. സർപ്ലസ് ഓൺ അത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിലാണ് വരുന്നത്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇവിടെ പറഞ്ഞിട്ടില്ലേ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓർ റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോഫിറ്റാണ്. സർപ്ലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് ഇൻകം ആണ്. അതും നമ്മൾ ഇൻകം സൈഡിൽ തന്നെ ചെയ്താനുള്ളതാണ് 20,000. സർപ്ലസ് ഓൺ റിവാലുവേഷൻ ഓഫ് റിസർവേഷൻസ്.
surplus on revaluation of reversions. സോറി, അത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിലാണ് എഴുതേണ്ടത്. സോറി, സർപ്ലസ് ഓൺ റിവാലുവേഷൻ ഓഫ് റിവേഴ്സൻസ്. എത്ര എമൗണ്ട് നമുക്ക് വന്നത്? 20,000 അല്ലേ? 20,000. അങ്ങനെ നമ്മുടെ ഇൻകം സൈഡ് കംപ്ലീറ്റ് ആയി. നമ്മൾ ടോട്ടൽ എ കാണാൻ പോവാണ്. ടോട്ടൽ എ വരുന്നത് 87,60,000. അപ്പം നമ്മളുടെ ഇൻകം ആണ് ഇതിൽ ഫുൾ ടോട്ടൽ എയിൽ വന്നത്. പ്രീമിയം എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് പ്രീമിയമാണ്. പിന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ലഭിച്ച ഇൻകംസ്, അതായത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്, സർപ്ലസ് ഓൺ റിവാലുവേഷൻ ഓഫ് റിസർവ്സ്. സർപ്ലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോഫിറ്റാണ്, ഇൻകമാണ്. അതുപോലെ തന്നെ അതർ ഇൻകംസ് എന്ന് പറയുമ്പോൾ ഫീസ്, കൺസിഡറേഷൻ ഫോർ ആൻറ്റിറ്റീസ്, ഇതൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ എ ആയി. നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ ബി ആണ് കാണാൻ പോണത്. ടോട്ടൽ ബിയിലെ ഫസ്റ്റ് ഐറ്റം കമ്മീഷൻ, ഷെഡ്യൂൾ നമ്പർ 2. കമ്മീഷൻ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടോ നോക്കിയേ. കമ്മീഷൻ കണ്ട ഷെഡ്യൂൾ നമ്പർ 2, 2,20,000. അതൊരു ഷെഡ്യൂൾ നമ്പർ 2 അല്ലേ? അപ്പം നമ്മളത് ഷെഡ്യൂൾ വരച്ചിട്ടുണ്ട്. കമ്മീഷൻ 2,20,000. കമ്മീഷൻ ഷെഡ്യൂൾ നമ്പർ 2 അത് എഴുതണം കേട്ടോ. കമ്മീഷൻ ഷെഡ്യൂൾ നമ്പർ 2 എഴുതിയിട്ട് വേണം നമ്മൾ റവന്യൂ അക്കൗണ്ടിലേക്ക് എഴുതാൻ. 2,20,000. എന്നിട്ട് നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്യണം? റവന്യൂ അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. കമ്മീഷൻ ഷെഡ്യൂൾ നമ്പർ 2, 2,20,000. കിട്ടിയില്ലേ? നെക്സ്റ്റ് അടുത്തത് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 3 ആണ്. അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഇൻഷുറൻസ് ബിസിനസ്. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസിൻ്റെ ഓപ്പറേഷന് വേണ്ടി വരുന്ന, അതായത് റെൻറ്റ്, ടാക്സസ്, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് ഫീ, അങ്ങനെ വരുന്നതാണ്. ഇവിടെ നമ്മുടെ ഡേ ടു ഡേ ഫങ്ഷന് വേണ്ടി വരുന്നത് ഇവിടെ നമുക്ക് വരുന്നത് മാനേജ്മെൻറ്റ് എക്സ്പെൻസ്, മാനേജേഴ്സിന് കൊടുക്കുന്ന എക്സ്പെൻസുകൾ. അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. 7 lakh. അത് നമ്മൾ റവന്യൂ അക്കൗണ്ടിലേക്ക് എഴുതണം. 7 lakh. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് എത്ര പറഞ്ഞേ? 7 lakh. 7 lakh നമ്മൾ ഷെഡ്യൂൾ എഴുതിയാൽ മാത്രം പോരാ. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് എഴുതാൻ മറക്കരുത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഷെഡ്യൂൾ നമ്പർ 3 ആണ്. ഇത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്ര? 7 lakh. നെക്സ്റ്റ് പറയുന്നത് ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്. ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് എന്ന് വെച്ചാൽ നമുക്കൊരു ഐറ്റം തന്നിട്ടുണ്ട്. അതായത് റീ ഇൻഷുറൻസ് ഇർറിക്കവറബിൾ എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. എത്രയാണ് തന്നെ? 16,000. ആ എമൗണ്ട് നമ്മൾ അത് ഷെഡ്യൂളല്ല, നമ്മളത് നേരെ റവന്യൂ അക്കൗണ്ടിലേക്ക് എഴുതണം. ബാഡ് ഡെപ്റ്റ് ഇർറിക്കവറബിൾ എത്ര എമൗണ്ട് വരുന്നത്? ബാഡ് ഡെപ്റ്റ് ഇർറിക്കവറബിൾ 16,000. സോറി, ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതിയിട്ട് റിക്കവർ എന്ന് എഴുതണ്ട, ബാഡ് ഡെപ്റ്റ് എന്ന് ഇട്ടാൽ മതി. 16,000. നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻകം ടാക്സിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഇൻകം ടാക്സ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 4,40,000 എഴുതണം. ഇൻകം ടാക്സ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. അപ്പം നമ്മൾ റവന്യൂ അക്കൗണ്ട് എടുക്കുക. അതിൽ പ്രൊവിഷൻ ഫോർ
ടാക്സേഷൻ. എത്രയാ? 4,40,000. നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇൻകം ടാക്സ് 4,40,000. ഇതാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ എക്സ്പെൻസസ് ഇൻകം സൈഡ് ഓൾറെഡി കഴിഞ്ഞു. ടോട്ടൽ ഇനി നമ്മുടെ എക്സ്പെൻസസ് സൈഡാണ്. എക്സ്പെൻസസ് സൈഡ് എന്ന് പറയുമ്പോൾ 13,76,000 ആണ് ടോട്ടൽ ബി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ ബി അതായത് നമ്മുടെ എല്ലാ എക്സ്പെൻസും കൂടി ആഡ് ചെയ്തു 13,76,000. നെക്സ്റ്റ് വരുന്നത് ബെനിഫിറ്റ് പെയ്ഡ് ഷെഡ്യൂൾ നമ്പർ 4. ഇതിൽ നെറ്റ് എമൗണ്ടുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഈ ബെനിഫിറ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ക്ലെയിം, ആനുറ്റീസ്, സറണ്ടർ ഈ മൂന്നുമാണ് വരുന്നത്. നമ്മുടെ പ്രോബ്ലത്തിൽ ഈ മൂന്നും തന്നിട്ടുണ്ട്. അത് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 4 എന്ന് പറഞ്ഞിട്ട് ഈ 3 ഐറ്റംസും നമ്മൾ എൻ്റർ ചെയ്യണം. ഏതൊക്കെയാണ്? ആനുറ്റീസ്, ക്ലെയിംസ്, സറൗണ്ടർ. നമുക്ക് നോക്കാം ആനുറ്റീസ് എവിടെയാന്ന്. ആനുറ്റീസ് പെയ്ഡ് കണ്ട എത്രയാ? ആനുറ്റീസ് പെയ്ഡ് 50,000. ആനുറ്റീസ് പെയ്ഡ് 50,000. ആനുറ്റീസ് ആനുവിറ്റീസ് പെയ്ഡ് 50,000. പിന്നെ നമ്മൾ ക്ലെയിമിൻ്റെ കാര്യം പറഞ്ഞു നോക്കി. ആനുവിറ്റി, ക്ലെയിം, സറൗണ്ടർ 3 എണ്ണമാണ് വരാം. അപ്പോൾ ക്ലെയിം കണ്ട ക്ലെയിം ലെസ് റീഇൻഷുറൻസ് ക്ലെയിം, അതായത് ക്ലെയിം നെറ്റ് ക്ലെയിമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണേ. നെറ്റ് ക്ലെയിം നമ്മൾ നേരത്തെ നെറ്റ് പ്രീമിയം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇത് നെറ്റ് ക്ലെയിമാണ്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്യണം 34 lakh. ഏത് വന്നത്? സറണ്ടർ 34 lakh ക്ലെയിം. നെക്സ്റ്റ് സറണ്ടർ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സറണ്ടർ 3,20,000. 3,20,000. and ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 37,70,000 കിട്ടും. ഈ എമൗണ്ട് നമ്മൾ റവന്യൂ അക്കൗണ്ടിലേക്ക് എഴുതണം. 37,70,000. ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ് പെയ്ഡ്. ഷെഡ്യൂൾ നമ്പർ 4 ഏതാ? ബെനിഫിറ്റ് പെയ്ഡ്. അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 4 പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. 4ൽ വന്നത് ആനുവിറ്റീസ് പെയ്ഡ്, ക്ലെയിം, സറണ്ടർ. നെക്സ്റ്റ് ഐറ്റം വന്നത് ഇൻറ്റീരിയം ബോണസ് പെയ്ഡ്. നമ്മുടെ ക്വസ്റ്റ്യനൊന്ന് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. പ്രോബ്ലത്തിൽ പറയുന്നുണ്ട് ഇൻറ്റീരിയം ബോണസ് നോക്കി. ദ കമ്പനി ഹാഡ് പെയ്ഡ് ആൻ ഇൻറ്റീരിയം ബോണസ് ഓഫ് 2,60,000. കണ്ട 2,60,000. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഷെഡ്യൂളിലേക്ക് എഴുതണം. ഇൻറ്റീരിയം ബോണസ് പെയ്ഡ്. എത്ര എമൗണ്ട് പറഞ്ഞേ ക്വസ്റ്റ്യനിൽ? 2,60,000. 2,60,000 ആണ് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇൻറ്റീരിയം ബോണസ് പെയ്ഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വാല്യുവേഷൻ ഓഫ് ലൈബിലിറ്റി എഗെയിൻസ്റ്റ് ലൈഫ് പോളിസീസ് ഇൻ ഫോഴ്സ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കറണ്ട് ലൈബിലിറ്റി മൈനസ് പ്രീവിയസ് ലൈബിലിറ്റി. കറണ്ട് ലൈബിലിറ്റിയിൽ നിന്ന് പ്രീവിയസ് ലൈബിലിറ്റി കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ എമൗണ്ട് കിട്ടാം. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി, അപ്പോൾ നമുക്കത് എഴുതാം. നമ്മുടെ റവന്യൂ അക്കൗണ്ടിലേക്ക് എഴുതാം. ചേഞ്ച് ഇൻ വാല്യുവേഷൻ ഓഫ് ലൈബിലിറ്റി. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ലൈബിലിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് പ്രീവിയസ് ഇയർ ലൈബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 96 lakh. കണ്ട കറണ്ട് ലൈബിലിറ്റി 96 lakhും നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ പ്രീവിയസ് ലൈബിലിറ്റി 84 lakh. അപ്പോൾ നമ്മൾ കുറയ്ക്കണം 96 lakh. കറണ്ട് ഇയറിൽ
84 ലാക്ക്. അപ്പോൾ നമുക്ക് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക? 12 ലാക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ടോട്ടൽ സിയും ആയി. ടോട്ടൽ എ കണ്ടുപിടിച്ചു, ബി കണ്ടുപിടിച്ചു, ലാസ്റ്റായിട്ട് നമ്മൾ സിയും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ സിയുടെ ടോട്ടൽ ഇനി കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ ടോട്ടൽ എ കണ്ടുപിടിച്ചു. ടോട്ടൽ എ കിട്ടിയത് 87,60,000. ടോട്ടൽ ബി കിട്ടിയത് 37,76,000. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ സി കാണാൻ പോവാണ്. ടോട്ടൽ സി എന്ന് പറയുമ്പോൾ 4th ഷെഡ്യൂൾ തുടങ്ങിയാണ്. അതായത് 37,70,000, 2,60,000, 12 ലാക്ക്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 52,30,000 കിട്ടും. 52,30,000. ഇനിയാണ് നമ്മൾ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞിരുന്നു ഏതാ? ഡി. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഡി ആണ്. എ മൈനസ് ബി മൈനസ് സി. എ കണ്ടുപിടിച്ചു, ടോട്ടൽ എ, ടോട്ടൽ ബി, ടോട്ടൽ സി. മൂന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അത് മൂന്നും കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് കിട്ടുക. ഇത് മൂന്നും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വന്നത് 21,10,000. 21,10,000. അപ്പോൾ ഈ നമ്മുടെ സർപ്ലസ് ഡെഫിസിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 21,10,000. ഈ എമൗണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. 21,10,000. ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫറുകൾ അല്ലെങ്കിൽ റിസർവുകൾ ഇങ്ങനത്തെ എന്തെങ്കിലും അപ്രോപ്രിയേഷൻസ് നടത്തണം. 21,10,000 നിന്ന് നമ്മൾ അപ്രോപ്രിയേഷൻസ് നടത്തണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ അപ്രോപ്രിയേഷൻസ് ആണ് പറഞ്ഞേക്കണത് നോക്കുക. 20% ഓഫ് ദി സർപ്ലസ് ഈസ് അലോക്കേറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ്? 20%. അതുപോലെ തന്നെ 20% ടു റിസർവ്. റിസർവിലേക്ക് 20% വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ രണ്ട് എമൗണ്ട് എഴുതണം. നമ്മുടെ ഈ കിട്ടിയ 21,10,000-ൻ്റെ 20% നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനും വിടണം. അതുപോലെ തന്നെ 20% റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡർ. ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡർ നമ്മൾ അപ്രോപ്രിയേഷൻ ചെയ്യാണ്. അതായത് 21,10,000-ൻ്റെ 20%. 21,10,000-ൻ്റെ 20% നമ്മൾ കണ്ടുപിടിക്കണം. എത്ര വരാം? 21,10,000-ൻ്റെ 20% എന്ന് പറയുന്നത് 4,22,000 ആണ്. 4,22,000. ഇതേ 21,10,000-ൻ്റെ 20% ആണ് നമ്മൾ റിസർവായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫർ ടു റിസർവ്. ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുന്നത് 20% ആണ്. അതും നമ്മൾ പറഞ്ഞ പോലെ 21,10,000-ൻ്റെ 20% അത് നമുക്ക് നേരത്തെ കണ്ട എമൗണ്ട് തന്നെയാണെന്ന് അറിയാമല്ലോ. 4,22,000. അപ്പം നമ്മൾ അപ്രോപ്രിയേഷൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ സൈഡും ഈ എമൗണ്ടും ഈക്വൽ ആവണമല്ലോ. അപ്പം നമുക്കിവിടെ കുറച്ച് ബാലൻസ് ഉണ്ട് ഇല്ലേ? ഈ 21,10,000 ആവണില്ലേ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ബീയിങ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ബാലൻസ് അത് എത്ര എമൗണ്ട് വരാമെന്ന് നോക്കാം. ബാലൻസ് ലാസ്റ്റായിട്ട് നമുക്ക് ബാക്കി വരുന്നത് നമ്മൾ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കണം. ബാലൻസ് ബീയിങ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ അതൊന്നുമില്ല. 21,10,000-ൽ നിന്ന് 4,22,000-ഉം രണ്ടാമത്തെ 4,22,000 കൂടിയും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 12,66,000 കിട്ടും. ഈ എമൗണ്ട് നമ്മൾ ഫ്യൂച്ചർ അപ്രോപ്രിയേഷന് വേണ്ടി വയ്ക്കുക. അപ്പം നമ്മൾ ഒന്നും കൂടി പറയണേ, നമ്മൾ റവന്യൂ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്തത്. റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷെഡ്യൂളുകൾ തന്നേക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് കാണണം. എന്നിട്ട് അതിൻ്റെ എമൗണ്ടാണ് നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത്.
അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ ടോട്ടൽ മൊത്തം ഇൻകംസ് കണ്ടുപിടിച്ചു, ടോട്ടൽ എ കിട്ടി. നെക്സ്റ്റ് എക്സ്പെൻസസ് കണ്ടുപിടിച്ചു, ടോട്ടൽ ബി കിട്ടി. നെക്സ്റ്റ് അതിൻ്റെ 4 തുടങ്ങി ടോട്ടൽ സി ആണ് വന്നത്. അങ്ങനെ ടോട്ടൽ സിയും കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് എ മൈനസ് ബി മൈനസ് സി സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിച്ചു. അതിൽ നമുക്ക് പോസിറ്റീവ് ഫിഗറാണ് കിട്ടിയേക്കുന്നത്. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് സർപ്ലസും നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് ഡെഫിസിറ്റുമാണ്. അങ്ങനെ 21,10,000 കിട്ടി. ഈ 21,10,000 നമുക്ക് അപ്രോപ്രിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. നമുക്ക് 2 അപ്രോപ്രിയേഷൻസ് ആണ് പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത്. ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡറും ട്രാൻസ്ഫർ ടു റിസർവും 2 അപ്രോപ്രിയേഷൻസ് കൊടുക്കുക. രണ്ടും 20% ആണ് പറഞ്ഞേക്കണേ. അപ്രോപ്രിയേഷൻ കൊടുത്ത് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള എമൗണ്ട് അതായത് 21,10,000 നിന്ന് 4,22,000 കൂടിയും കുറച്ച് ചെയ്യുമ്പോൾ 12,66,000 നമ്മൾ ഫ്യൂച്ചർ അപ്രോപ്രിയേഷനിലേക്ക് വിടും. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഇങ്ങനെയാണ് നമ്മുടെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പഠിക്കുക, ഷെഡ്യൂളുകൾ പഠിക്കുക, പിന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.